പൗലോസ്ലീഹ സ്തോത്രം റോമർക്ക് ലേഖനം എഴുതിയ സമയത്ത് 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നതെന്ന് പൗലോസ് അവിടെ കുറിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. വിശ്വാസം വരണമെങ്കിൽ എന്തെങ്കിലും കേട്ടാ പറ്റത്തില്ല. വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാല. അവിശ്വാസം ഉണ്ടാകുന്നതും എങ്ങനാ? കേൾവിയാൽ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ഒരുവന്റെ അകത്ത് വിശ്വാസം തലപൊക്കണമെങ്കിൽ അവന് വചനം കേൾക്കാൻ തയ്യാറാകണം. ഇക്കരെ ഒരിടത്തുനിന്ന് ഇറങ്ങി അക്കരെ എത്താൻ കഴിയാതെ നടുക്കടലിൽ നീ ചുറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീസസ് അവിടെയാണ് നിന്റെ വിശ്വാസം തലപൊക്കേണ്ടത്. ഒന്നുമില്ലായ്മയെ നോക്കി വിശ്വാസം പറയാമോ? സാഹചര്യങ്ങളെ നോക്കി വിശ്വാസം പറയാമോ? പ്രതികൂലങ്ങളെ നോക്കി വിശ്വാസം പറയാമോ? നീ വിശ്വസിക്കുന്നത് പോലെ ചിലത് സംഭവിക്കുവാൻ പോകുകയാ. അപ്പൊ വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കേൾവിയാലാണ്. എന്ത് കേൾക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്? ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾക്ക് കാണാതറിയാം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ഇവിടെ വന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കണം ദൈവമുണ്ടെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ രൂപങ്ങളൊന്നും യേശുവിൻ്റെ വരച്ചു വെച്ചിട്ടില്ല. പക്ഷേ ദൈവം ഇവിടെ ഉണ്ട്. ഒരു ദൈവം ഇവിടെ ഉണ്ട്. ഒരു പൂ വിടർന്ന സ്മെല്ല് കൊണ്ടറിയാം ഇവിടെ പൂ വിടർന്നിട്ടുണ്ട്. ഒരു പെർഫ്യൂം കുപ്പി തുറന്നാൽ സ്മെല്ല് കൊണ്ടറിയാം പെർഫ്യൂം ഇവിടെ വന്നിട്ടുണ്ട്. ജീസസ്. ഒരാളിതിലെ നടക്കുന്ന കണ്ട രൂപം കൊണ്ടറിയാം നടക്കുന്നുണ്ട്. ഇന്ന് പകൽ ആത്മക്കണ്ണ് തുറന്നാൽ 7 നിലവിളക്കുകളുടെ നടുവിലൂടെ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചി പോലെ സുരമുള്ളവൻ, മുഖമൊരായിരം സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ ഇതിൻ്റെ നടുവിൽ നടക്കുകയാണ്. നിന്റെ ശരീരത്തിൽ ഏത് രോഗമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവൻ. ആരെങ്കിലൊക്കെ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഇന്നെന്നെ യേശു സൗഖ്യമാക്കും. ഏത് രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഞാൻ എന്തിനാ ഈ ദൂത് പറയുന്നത് നിന്നോട്? നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത് ഏതെങ്കിലും രോഗം ബാധിക്കുന്നെങ്കിൽ അതിനേക്കാൾ വലിയ ജീവനാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന നിത്യജീവൻ, വചനത്തിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ.